ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ സമയം 4:30. എൻ്റെ ഷിഫ്റ്റ് ഇന്നെനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. എനിക്ക് പെട്ടെന്ന് ഷെഫ് എന്ന് പറഞ്ഞ മാനേജർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പെട്ടെന്ന് വർക്കിന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷെ 2:30 വരെയായിരുന്നു ജോലി. ഉബാനൊന്നുമില്ല. അപ്പോൾ 4:50 ഇവിടെ ഉബാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് ഞങ്ങൾക്ക് പൗസ റൂമുണ്ട്, ബ്രേക്ക് എടുക്കുന്ന റൂം. ആ റൂമിൽ പോയി കിടന്നുറങ്ങി ഞാൻ. എന്നിട്ട് അലാം വെച്ച് 4:30 ഡ്രസ്സ് മാറി ഞാൻ ഉബാൻ സ്റ്റേഷനിലേക്ക് വരികയാണ്. അപ്പോൾ രാവിലെ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് എടുക്കാറില്ല പൊതുവെ, പക്ഷേ രാവിലെ ഇങ്ങനെ ഇതിൽ കൂടെ നടക്കുമ്പോൾ നല്ല രസം. കാരണം ബാനോഫൊക്കെ നല്ല ക്ലീൻ, നല്ല മണം. ബാനോഫിനെ ഞാൻ ഇങ്ങനെ കാണാറില്ല, എപ്പോഴും ഇവിടെ ആളും തിരക്കും ബഹളമാണ്. ഒരു നല്ല വൈബ്. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്തൊന്ന് തുടങ്ങാമെന്ന്. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ജർമ്മനിയുടെ ഒരു വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ മറ്റേ നൈറ്റ് ലൈഫ് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇവിടുത്തെ കടകളൊക്കെ 10 മണി, മെയിൻ കടകളെല്ലാം 10 മണിയാകുമ്പോൾ അടയ്ക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഇവർ ഭയങ്കര ഏർലി ബേർഡ്സാണ്. കാരണം ഒരു 5 മണിയാകുമ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഫ്ലാറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫ്ലാറ്റിൽ മിക്ക റൂമിലും ലൈറ്റ് ഉണ്ടാവും. കാരണം ഇവർ അത്യാവശ്യം നേരത്തെ എണീറ്റ് ജോലിക്ക് പോകുന്ന ടൈപ്പാണ്. കാരണം ഇവിടെ മിക്ക കടകളും 6:30-7 മണിയാകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഇവർ നേരത്തെ അടയ്ക്കുകയും ചെയ്യും. വർക്ക് ലൈഫ് ബാലൻസ് എന്നാണ് ഇവർ ഇതിനെ പറയണത്. എന്തായാലും ഇന്നത്തെ നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് വന്നൊരു നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തലേ ദിവസം എനിക്ക് പ്രോപ്പർ സ്ലീപ്പൊന്നും കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഉബാനിൽ കയറിയിട്ടും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ എന്തൊക്കെയോ നോക്കി അന്താളിച്ച് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയായിരുന്നു മൊത്തം. 2:30 വരെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് വർക്ക്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ ഉബാൻ സ്റ്റാർട്ട് ചെയ്യണത് ഒരു 4:50-5 മണി രാവിലെ ആ ടൈമാവും. അപ്പോൾ 2:30 ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ ഫുള്ള് എൻ്റെ പൗസ റൂമിലിരുന്ന് അവിടെ ഇരുന്നിങ്ങനെ ഉറങ്ങിയോന്ന് വെച്ചാൽ ഉറങ്ങി, പക്ഷെ എന്നാലും ഉറങ്ങിയുമില്ല. പിന്നെ ഞാനൊരു അലാമൊക്കെ വെച്ച് അങ്ങനെ നമ്മൾ അതിസാഹസികമായി എത്തി. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്ന ഉബാനില്ലേ, അതിൽ ഡ്രൈവർ ഇല്ലടോ. അതിങ്ങനെ കറക്റ്റ് എല്ലാ സ്റ്റോപ്പിലും ഞാനിങ്ങനെ ആലോചിക്കും, എങ്ങനെ കറക്റ്റ് ചിലപ്പോൾ ഒരു ടൈമിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരില്ലേ, ഇങ്ങനെ കറക്റ്റ് എല്ലാ സ്റ്റോപ്പിലും ഇങ്ങനെ നിർത്തി ഡോറ് തുറന്ന് ആൾക്കാർ കയറി ഡോർ അടഞ്ഞ് എങ്ങനെയാണെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. ഇവിടെ 2-3 ലൈൻസ് ഉണ്ട്. അതിൽ ഒരു ലൈൻ മാത്രമേ വലുതുള്ളൂ, ആ ലൈനിൽ മാത്രമേ ഡ്രൈവറുള്ളൂ. ബാക്കി എല്ലാ ലൈൻസും ഡ്രൈവർ ഇല്ലാണ്ടാണ് പ്രവർത്തിക്കണേ, ഓട്ടോമാറ്റിക്കാണ്. നല്ല തണുപ്പുണ്ട്. എനിക്ക് അഹങ്കാരം. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉബാൻ ഇറങ്ങിയിട്ട് ഇച്ചിരി ഉള്ളു എൻ്റെ റൂമിൽ നടക്കാൻ. അപ്പം ഞാൻ അത്രയും തണുപ്പ് സഹിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പവർ ജാക്കറ്റൊന്നും എടുത്തില്ല. ഇനിയിപ്പോൾ തണുപ്പങ്ങിട്ട് സഹിച്ച് നടക്കുക. ഇതാണ് ഇതിലെൻ്റെ പേരെവിടെ? ഡേവിസ് പ്രദീപ് ജോസഫ് മുരളി. ഇതിലെൻ്റെ പേര് പോയി. വെറുതല്ല എനിക്ക് RP കാർഡ് ഇത്രയും ദിവസമായിട്ട് വരാത്തത്. പക്ഷെ മഞ്ഞയുടെ പേരുണ്ട്, എൻ്റെ പേര് മാത്രമില്ല. പക്ഷെ മഞ്ഞയ്ക്ക് വന്നിട്ടില്ല കേട്ടോ RP കാർഡ്. അത് നോക്കാം. പക്ഷെ ഇവിടെ ഉണ്ട് എൻ്റെ പേര്. ഇവിടെ സെക്കൻഡ് നെയിമാണ് കൊടുക്കാം. നമ്മുടെ സെക്കൻഡ് നെയിമാണ് ഇവിടെ എല്ലാത്തിനും. നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിൽ കൂടി അവർ സെക്കൻഡ് നെയിമാണ് വിളിക്കുക നമ്മളെ. പ്രബീഷ് അങ്ങനെ. എനിക്ക് പിന്നെ ശീല, എന്നെ കോളേജിലും അങ്ങനെ ഇരുന്ന് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഞാൻ വരുന്ന ടൈമിൽ എല്ലാവരും ഉറങ്ങുകൊണ്ട് ഞാൻ ഓർമ്മിച്ച് കീയൊക്കെ എടുത്തിട്ടാണ് പോയത്. അല്ലെങ്കിൽ സാധാരണ അതൊന്നും എടുക്കാറില്ല. പിന്നെ റൂമിലാണെങ്കിൽ മഞ്ഞ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കണത്. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു അലാമിൻ്റെ സൗണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ നേരത്തെ ആരും എണീക്കുക. അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഞാൻ പയ്യെ എൻ്റെ മുഖമൊക്കെ കഴുകാൻ നിന്ന്. ഞാൻ ആദ്യം സെറ്റഫിൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് മുഖൊന്ന് കഴുകി. പിന്നെ ഞാൻ ഈ അടുത്തായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയതാണ് ബാലേൻ്റെ മൈസെല്ലാർ വാട്ടർ.
ഇത് ഞാൻ ലിപ്സ്റ്റിക്കും പിന്നെ ഐലൈനറും മസ്കാര അതൊക്കെ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യും. പക്ഷെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്നും കൂടെ ഫേസ് വാഷ് ചെയ്യും. കാരണം എനിക്കത് യൂസ് ചെയ്ത് പിന്നെ മുഖം ഒന്നും കൂടി ഡ്രൈ ആവണ പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി മുഖം കഴുകും. എന്നിട്ട് ഞാൻ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ പിന്നെ ഇടും ഞാനപ്പം തന്നെ. ഇത് പിന്നെ ഞാൻ ജർമ്മനിയിൽ വന്ന ടൈമിൽ എന്തോ വാങ്ങിയ ബോഡി ലോഷനാണ് സിയാൻ്റെ. ഇത് നല്ലതാണ്, ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഇപ്പോൾ ജർമ്മനിക്ക് വരുമ്പോൾ ആരും ഇതൊന്നും പൊതിഞ്ഞിട്ടി നാട്ടിൽ നിന്ന് വരണ്ട. കാരണം ഇതൊക്കെ ഇവിടെ നല്ല ചീപ്പിൽ നല്ല സാധനങ്ങൾ കിട്ടും. എനിക്ക് പറ്റിയ കുറേ മണ്ടത്തരങ്ങളിലൊരു സാധനമായിരുന്നു അത്. ഞാൻ കുറേ ബോഡി ലോഷനും ഫേസ് വാഷൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുറേ വെയിറ്റ് കളഞ്ഞതാണ്. അപ്പോൾ അതൊന്നും ആരും ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഞാൻ നേരത്തെ ഒരു അലാം കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അത് മഞ്ഞയുടെ ആയിരുന്നു. പിന്നെ മഞ്ഞ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് ഞങ്ങൾ പിന്നെ എന്തൊക്കെയോ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും വീഡിയോ കട്ടായി തനിയെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഐഫോൺ മെമ്മറി സ്റ്റോറേജ് ഫുൾ. അപ്പം ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസും അൺയൂസ്ഡ് ആപ്സും എല്ലാം ഡിലീറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്ന് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് വെള്ളം കുടിക്കാമെന്ന്. അപ്പം ഞാൻ എൻ്റെ B12 സപ്ലിമെൻ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിങ്ങനെ അടുക്കളയ്ക്ക് ചെന്നപ്പോൾ നല്ല രസം സ്കൈയൊക്കെ കാണാൻ. ഈ ടൈമിൽ എനിക്കതിലില്ലല്ലോ. അപ്പോൾ അതൊക്കെ കുറേ നേരം ഞാനിങ്ങനെ കണ്ടിരുന്ന് കുറേ കിളികളുടെ സൗണ്ട്. നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ നിന്ന് വിൻഡോ തുറന്നാൽ കാണുന്നൊരു മരമുണ്ട്. ആ മരത്തിലാണെങ്കിൽ ചെറിയ കുറേ നെസ്റ്റ് ഉണ്ട്, കുഞ്ഞു കുഞ്ഞു കിളിക്കൂടുകൾ. അതിൽ കുറേ കിളികളുണ്ട്. രാവിലെ ആകുമ്പോൾ ഇവരുടെ ഭയങ്കര സൗണ്ടാണ്. ഞാനപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്ന് ഒരു സ്ലോ മോർണിംഗ് എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. ബെഡ് കണ്ടതും ഞാൻ ദേ ഇപ്പം ശവാവും അങ്ങനത്തെ ഒരു മൂഡിലായിരുന്നു ഞാൻ. പക്ഷേ അങ്ങനെയൊന്നും ഇരുന്നില്ല. ഞാൻ കിടന്ന് പിന്നെ കുറേ നേരം അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് പിന്നെ ഞാനൊരു 2-3 പ്രാവശ്യം എണീറ്റ്. മീൻസ് എത്രയൊക്കെ ഉറങ്ങാൻ ശ്രമിച്ചാലും നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റൂല. അതങ്ങനെയാണ് എനിക്ക്. പിന്നെ ഞാൻ രാവിലെ ഏതോ ഒരു സമയമായപ്പോൾ എണീറ്റു. രാവിലെ അല്ല, ഉച്ചയായപ്പോൾ ഞാൻ എണീറ്റു. പിന്നെ റൂമിലേക്ക് എല്ലാവരും വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും പയ്യെ ഇങ്ങനെ എന്താണ്ടൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രോളി എന്തൊക്കെയൊക്കെയോ പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞ ഒരു ഉച്ചരെ പിന്നിട്ടിട്ടുണ്ട്. ഇനി ഞാനിങ്ങനെ എന്ത് കഴിക്കണം എന്ന് ആലോചിച്ചുള്ള മറ്റേ കൺഫ്യൂഷനിലാണ്. ഞാൻ വിചാരിച്ചപ്പോൾ എന്തെങ്കിലും ചെറിയൊരു സാധനം തട്ടിക്കൂട്ടാം. എൻ്റെ ഇടയ്ക്ക് ബ്രെഡ് ഉണ്ട്, മുട്ടയുണ്ട്, അവക്കാഡോ ഉണ്ട്. ഞാനത് വെച്ച് ചെറിയ എന്തെങ്കിലും ഒരു ടോസ്റ്റ് എന്തെങ്കിലും ചെയ്യാം. കാരണം ഈ സമയത്ത് എനിക്കുമ്പോൾ വലിയ വിശപ്പുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, നോക്കാം. ബ്രെഡ് ഏകദേശം ആയിട്ടുണ്ട്, കരിഞ്ഞ് മൊരിഞ്ഞ് തുടങ്ങി. നമുക്ക് കയ്യിലുണ്ടാകാൻ കൊടുക്കാം. ഞാനൊരു മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് കുക്കിംഗ് അവസാനിപ്പിക്കട്ടെ. എനിക്ക് ഈ ടോസ്റ്റ് ഉണ്ടാക്കുമ്പോഴേ നമ്മുടെ മഷ്റൂംസും കൂടെ ആഡ് ചെയ്യുന്നത് നല്ല ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടോസ്റ്റിൽ മഷ്റൂം. പക്ഷെ മഷ്റൂം ഇല്ല എൻ്റെ അടുത്ത്. എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷനാണ് മഷ്റൂം, എഗ്ഗ്, അവക്കാഡോ, പിന്നെ ബ്രെഡ്. വേറെ അതിൽ സ്പ്രെഡ് ഒന്നും ഞാൻ യൂസ് ആക്കാറില്ല. നമ്മുടെ അവക്കാഡോൻ്റെ ആ സ്പ്രെഡിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചങ്ങനെ സോൾട്ട് ചേർക്കാം. ഇന്നലെയാണെങ്കിൽ ഞാൻ സംസാരിച്ചോ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ മഞ്ഞ വന്നേ. അപ്പോൾ മഞ്ഞിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഐഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ട് തനിയെ വീഡിയോ കട്ടായിപ്പോയി. പിന്നെ ഞാനിരുന്ന് കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കുറേ ആപ്സൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ ഉണ്ടാക്കാൻ എനിക്കൊരു സ്പേസ് കിട്ടിയത്. പിന്നെ സ്റ്റോറേജ് മൊത്തം പ്രശ്നമാണ്. അവക്കാഡോ ഞാൻ നോക്കി വാങ്ങിയതാണ്, പക്ഷെ പഴുത്തിട്ടില്ല. സാധാരണ എപ്പോഴും വാങ്ങുമ്പോൾ പഴുപ്പ് കൂടും. ഇതിപ്പോൾ പച്ചയാണ് കിട്ടിയേക്കുന്നത് തോന്നുന്നു. പച്ചയാണ് പ്രശ്നം. പച്ചയാണ് അവക്കാഡോ ചതിച്ച്. കാരണം അവക്കാഡോ പഴുത്തിട്ടില്ല. ഞാൻ വിചാരിച്ചു അവക്കാഡോ നമുക്ക് ഉപേക്ഷിക്കാം. അതിന് എൻ്റെ അടുത്ത് ഇച്ചിരി ബ്രോക്കോളിൻ്റെ തോരൻ ഉണ്ടായിരുന്നു. ബ്രോക്കോളിയും മുട്ടയും കൂടെ വെച്ചിട്ടുള്ള തോരൻ. ഞാൻ വിചാരിച്ച് ഇത് വേണമെങ്കിൽ ഇച്ചിരി ഫില്ല് ചെയ്യാം. അപ്പോൾ നല്ല ഫീലിംഗ് ആണല്ലോ, പെട്ടെന്ന് വരുന്നറിയും. ഇത് ഇച്ചിരി ഫില്ല് ചെയ്ത് പിന്നെ കുറച്ച് കുക്കമ്പർ, ഇച്ചിരി സ്ട്രോബെറിയും ഒരു എഗ്ഗും മതി. ഇതാണ് എൻ്റെ ഫുഡ്. ഇത് ഞാൻ കഴിച്ചിട്ട് ഇനി വരാം. ഓക്കെ. മഞ്ഞയ്ക്ക് ആദ്യമൊക്കെ എന്തൊക്കെയോ വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ 4 ആളും കൂടെയും പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്തുള്ള മറ്റേ ഇടയ്ക്ക, ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു എല്ലാവരും കൂടെ.
അറിവ നല്ലതാ. ഇതാണോ അത്? നമ്മളെ പണ്ടത്തെ അറിവ നല്ലതായിരുന്നു. കൊള്ളാട്ടോ. ഇത്രയും നേരം 1 മണിക്കൂർ ഒരു പെർഫ്യൂം എടുക്കാൻ വേണ്ടിയിട്ട്, കല്യാണ സാരി എടുക്കാൻ പോലും ഇത്ര സമയം വേണ്ടി വരില്ല ആൾക്കാർക്ക്. ഞങ്ങള് ഇവിടത്തെ എല്ലാ പെർഫ്യൂം അടിച്ചടിച്ചടിച്ചടിച്ച് നോക്കി. ഒരു പെർഫ്യൂം എടുക്കുന്നത് തോന്നുന്നുണ്ടോ അതെനിക്ക്? ഇല്ല, എനിക്ക് തോന്നണില്ല. മഞ്ഞ നീ ഒരെണ്ണെങ്കിലും എടുക്കണം. ഇത് നമ്മുടെ അടുത്തുണ്ടായിരുന്ന പെർഫ്യൂം ആണ്ട്ടാ. ഇതല്ലേ അത്? ഇതല്ല അല്ലേ? അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, നല്ലായിരുന്നു അത്. അടിക്കടി നല്ലതാണോ? കുഴപ്പമില്ല. പ്ലസന്റ് മണം വേണം. ODMൽ ആപ്പ് ഉണ്ട്. ആ ആപ്പ് വെച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുങ്ങിട്ട് കയറും, പോയിന്റ്സ് കയറും. ആ പോയിന്റ്സ് വെച്ച് നമുക്ക് ഇത് വാങ്ങാം. ഇത് നോക്കിയേ, ഇത് കൊള്ളാം അല്ലേ? ബബിൾസ്. ഇത് ഒരെണ്ണം എടുക്കാനുള്ള, വെറുതെ നമ്മൾ ഡിക്റ്റ് ചെയ്ത പോലെ DMൽ നമ്മൾ ഒന്നും എടുത്തില്ല. എന്നിട്ട് ഞങ്ങളിത് എടയ്ക്ക് വന്നു. എടയ്ക്കല് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അതൊരെണ്ണം എടുക്കാം. ഒരു ഡേറ്റ്സ് ആണോ? കാർഡ് എടുത്താ? ഓറഞ്ചിന് 4.99. 3 പഴത്തിന് എത്ര ആയിരിക്കും അതറിയില്ല, അത് ഗ്രാം അനുസരിച്ച് വെയിറ്റ് അനുസരിച്ചിരിക്കും. അത് ഓറഞ്ചാ, അത് ഓറഞ്ച് അല്ലാന്ന് തോന്നുന്നു. അത് വേറെ ക്യാരറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. ആരെങ്കിലും 3 ക്യാരറ്റ് ആണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. അല്ല, ഞാൻ ഇത് അവിടെ മുകളിലിരിക്കുന്ന എനിക്കറിയത്തില്ല. ഇതിന് 2 യൂറോ, ഇതിന് 1.29. പക്ഷെ ഇത് നല്ലതാ, ഇത് ഞാൻ വാങ്ങലുണ്ട്. നസ്നോഗട്ട് ഇത് മിൽക്കാ. മിൽക്ക നല്ലതാവും. എത്ര ഗ്രാം? എത്ര ഗ്രാമാ നോക്കട്ടെ. ഇത് 350 ഗ്രാം. അതോ ഇത് തിരിച്ചു നോക്ക്, 400 ഗ്രാം. പക്ഷെ നല്ലതാവും, മിൽക്കല്ലേ. ഇതും ബ്രെഡ് എടുക്കാനാ? ബിസ്കോഫ് നല്ലതാവും കേട്ടോ ചിലപ്പോ. ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല, നോക്കട്ടെ. ഇതിന്റെ എല്ലാം അടുത്ത ക്രിസ്മസ് ആരായാലും എനിക്ക് എന്തായാലും ഇങ്ങനത്തെ എന്തെങ്കിലും മേടിച്ചു തരണം. ആണല്ലേ? ഇങ്ങനത്തെ മതി. എനിക്ക് ഇത് മതി. ഇതോ ഇങ്ങനത്തെ എന്തെങ്കിലും ലിൻഡിന്റെ എന്തെങ്കിലും ഒരെണ്ണം, പിന്നെ വേറെ എന്തെങ്കിലും ഡീമിന്റെ എന്തെങ്കിലും. അയ്യോ, അത്രയും മതിയോളൂ. എല്ലാരും നേരത്തെ പറഞ്ഞു. അഡ്വാൻസ് ആയിട്ട് ഞാൻ മൈനീച്ചിക്ക് ഗിഫ്റ്റ് തരണ്ട. താങ്ക് യു. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. എടി ഞാൻ വേറെ വരുമ്പോഴേ ഈ മുട്ടായി ഏതെന്നറിയോ? അതാ. ഓ, ഇത് knoppler മിന്ന വാങ്ങി തന്നത്. 39 സെന്റിന്. എന്താന്നറിയോ, ഇതൊക്കെ ഓരോ വാരികകളാ. TV വാരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് മഞ്ഞ പറഞ്ഞേ. എനിക്കിതിനെ കുറിച്ച് വിവരമില്ല. അവളുടെ കടയിലുണ്ടത്. ഇതൊക്കെ ഇത് ഓരോ TV ചാനലും അതിലെന്തൊക്കെയുള്ള അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ. നമുക്ക് പണ്ട് പേപ്പറിലുണ്ടാവില്ലേ, പാക്കിൽ ഇന്ന ടൈമിൽ ഇന്ന ചാനലിൽ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലത്തെ സംഭവം അത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു വാങ്ങിച്ച സാധനം എല്ലാം കൂടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഒന്നുകൂടെ പുറത്തേക്ക് ഇറങ്ങാമെന്ന്. അപ്പോൾ നോക്കുമ്പോൾ ഫിലിപ്സിൻ്റെ വാട്ടർ ഫിൽറ്റർ വന്നേക്കുന്നു. അപ്പോൾ പിന്നെ അത് ഫിറ്റ് ചെയ്യാണ്ട് പിന്നെ ഒരു സമാധാനം ഇല്ലല്ലോ. പിന്നെ ഞങ്ങളത് ഫിറ്റ് ചെയ്യാൻ നടന്നു. പക്ഷെ അതാണെങ്കിൽ ഒട്ടും ഫിറ്റ് ആവണമുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വാട്ടർ മറ്റേ ഷവറിൻ്റെ സെറ്റപ്പ് വാൾ മൗണ്ടഡാണ്. അതുകൊണ്ട് ഈ ഫിലിപ്സിൻ്റെ സംഭവം അവിടെ സെറ്റാവുണ്ടായിരുന്നില്ല. ഇനി എന്തെങ്കിലും വേറെ എന്താ പറയുക ജോയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഒക്കെ ചെയ്യാം, സിമ്പിളാന്ന് തോന്നണം. നമ്മളുടെ ഈ ഇതില്ലേ, ഈ പൈപ്പിൽ ആ സംഭവമില്ലേ ഫസ്റ്റത്തത്, അതിന് ലീക്ക് ഉണ്ട്. കാരണം അവിടെ നിന്ന് വെള്ളം വരലുണ്ട് കുളിക്കുമ്പോൾ.
ഇങ്ങനത്തെ ആയതുകൊണ്ട് എങ്ങനെ വെക്കും? അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഇവിടെ വെക്കാൻ പറ്റൂ ഇതുമ്മ? ദൂരം പറ്റില്ല. ഞങ്ങൾ ചെറിയ ബ്ലൗസ് ഉണ്ടെന്ന് വിചാരിച്ച് വന്നാ, പക്ഷെ ഇവിടെ അതൊന്നുമില്ല കേട്ടാ. പക്ഷേ ഇവിടെ ഒരു പ്ലേ ഏരിയ കണ്ട്, പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനും പറ്റില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു സംഭവം കോമഡി. ഇതൊന്നും ഇവിടെ അലൗഡ് അല്ല. ഇവിടെ ജർമ്മനിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ പട്ടി അലൗഡ് അല്ല എന്നുള്ള സ്റ്റിക്കറിൽ ഏതോ ഒരുത്തൻ്റെ മുഖം ഇവിടെ ഒട്ടിച്ച് വെച്ചേക്കാം. ഏരിയ കൊള്ളാട്ടാ. ഇങ്ങനെ ഉബാൻ കയറി വരുന്നു. ഇവിടെ ഇങ്ങനെ രസമുണ്ട്, കൊള്ളാം. നിങ്ങൾ വിചാരിക്കുന്നത് വേറെ ഏതോ ഒരു സ്ഥലത്താണെന്ന്. അല്ല, ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ആദ്യേ ഇത് ഇവിടെ ഓ ഇതിൽ കൂടെ കേറാടാ. ആദ്യം ഇപ്പൊ ഫ്രണ്ടിൽ പോയി നോക്കാം. അതിനിപ്പോ ഇതിന്റെ ഏതെങ്കിലും അത് കൊള്ളാം. അത് വേണോ? അതിനിപ്പോ എന്താ, നല്ല രസമുണ്ട് ആണോ? നല്ല രസമുണ്ട്, നല്ല എക്സ്പീരിയൻസ്. അതാണ് ഞാൻ വരാം. പിള്ളേരുടെ ആയതുകൊണ്ട് ഇതിൽ കൂടി ഇങ്ങനെ കേറണം. വെച്ചുണ്ട്. അവിടെ ഉണ്ടോ നീ? കൊറേ കാലം ഇങ്ങനത്തെ പരിപാടിയിൽ ഞാൻ ഉൾപ്പെട്ടിട്ടു. ഇങ്ങനെ അല്ലേ? ഇങ്ങനെ. ഓ, ഇത് ഇടിഞ്ഞൊളിച്ച് വീഴോ? ഓ, നീ അതിൽ കൂടെ ഒഴുക, ഞാൻ ഇതിൽ കൂടെ ഒഴുക. നീ ഇതിൽ കൂടെ പോ, ഞാൻ ഇതിൽ കൂടെ പോവാട്ടാ. ഓക്കെ, കൊള്ളാട്ടാ. എനിക്ക് പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറുന്നപ്പോൾ ചെറിയ പേടിയായി. കുറെ നാളായാലും ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ട്. പക്ഷെ രസമുണ്ടായിരുന്നു. പേടിക്കണ്ട. നിക്ക് രണ്ടാളും കൂടെ ഒരുമിച്ച്. പേടിക്കണ്ട. ചെല്ലേ, അല്ല കമോൺ, വാ മഞ്ഞേ വാ. ഏതെടുത്ത്? എനിക്ക് ഹേസൽനട്ട്. ദേ മറ്റേ സ്ട്രൂബ് വാഫിളിന്റെ പോലത്തെ സാധനം. എന്തിനപ്പ? മനസ്സ് ബ്രെഡ് തിന്നൊക്കെ തലോണ വലിപ്പത്തിലാണ് ബ്രെഡ് തിന്നവര്. പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, ആകെ ഒരു ബ്രെഡ് ടോസ്റ്റല്ലേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ച ഒരു തോരനും, ബ്രൊക്കോളീൻ്റെ തോരനും പൊട്ടറ്റോ ഫ്രൈസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചോറും ഉണ്ടായിരുന്നു. അതും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ചെമ്മീൻ അച്ചാറുണ്ടായിരുന്നു. അതിൽ ചെമ്മീൻ ഉണ്ടായിരുന്നില്ല, ചാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ച് ഞാൻ പിന്നെ വേഗം കിടക്കാൻ അങ്ങനത്തെ ഒരു മൂഡായി. രാവിലെയും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇനി നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോസാണ് ഇഷ്ടം അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബൈ, പിന്നെ കാണാം.